IPL പ്ലേ ഓഫ് ചിത്രത്തിലേക്ക് നോക്കിയാലോ വമ്പൻ ട്വിസ്റ്റുകളും ടേണുകളുമായിട്ട് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പ്ലേ ഓഫ് ചിത്രം ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് നീങ്ങുന്ന സമയത്ത് ഏത് 4 ടീമുകളായിരിക്കും പ്ലേ ഓഫിൽ ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്? നിലവിലെ സാധ്യതകൾ വെച്ച് നോക്കുമ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് ഉൾപ്പെടെയുള്ള ടീമുകൾക്ക് ഇനി ചാൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതിലേക്കൊക്കെ പക്ഷെ കഴിഞ്ഞ ദിവസം രാജസ്ഥാന്റെയും പഞ്ചാബിന്റെയും കൊൽക്കത്തയുടെയും ഉൾപ്പെടെയുള്ള പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് തോന്നുന്നു. ലക്നോ ടൂർണമെന്റിൽ നിന്ന് ക്വാളിഫിക്കേഷൻ സീനിൽ നിന്ന് കംപ്ലീറ്റ്ലി പുറത്തായിട്ടുള്ള ടീമിന്റെ മുൻപിൽ ചെന്നൈ പരാജയപ്പെട്ടതോടുകൂടി ചെന്നൈയുടെ സാധ്യതകൾ താഴേക്ക് വരികയാണ്. പക്ഷേ ഇപ്പോഴും ചെന്നൈക്ക് ചാൻസ് ഉണ്ട്. അതെന്താണെന്നൊക്കെ ഉള്ളത് പറയാം. ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ള ടീമുകളിലേക്ക് പോവാം. ഒന്നാമത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്. 99% ബാംഗ്ലൂർ ക്വാളിഫിക്കേഷൻ സീൻ ഓൺ ആക്കി കഴിഞ്ഞിരിക്കുന്നു. 16 പോയിന്റുകളുള്ള ബാംഗ്ലൂരിന് ഇനിയുള്ള 2 മത്സരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ജയിച്ചു കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷൻ സെറ്റാണ്. മാത്രമല്ല ഈ 2 മത്സരങ്ങൾ പരാജയപ്പെട്ടു പോയാൽ പോലും ബാംഗ്ലൂരിന് സാധ്യതകളുണ്ട്. നിലവിലെ പോയിന്റിൽ നെറ്റ് റൺ റേറ്റ് താഴേക്ക് പോകാതിരുന്നു കഴിഞ്ഞാൽ മറ്റൊരു ക്വാളിഫിക്കേഷൻ സീൻ ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുന്ന ടീം ഗുജറാത്ത് ടൈറ്റൻസ് ആണ്. RCB പോലെ തന്നെ സുരക്ഷിതരായിട്ട് തന്നെയാണ് ഗുജറാത്ത് നിൽക്കുന്നത്. പക്ഷെ ഒരു സെറ്റ് ബാക്ക് നേരിട്ട് ടൂർണമെന്റിന്റെ തുടക്കത്തിൽ ഒന്ന് പിന്നിൽ നിന്നിട്ട് ശക്തമായിട്ട് തിരിച്ചു വന്ന വിജയ തുടർച്ച കാണിക്കുന്ന ബൗളർമാരുടെ ഗംഭീര പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു ചാമ്പ്യൻ ടീമായിട്ട് തന്നെയാണ് ഗുജറാത്ത് നിലവിൽ നിൽക്കുന്നത്. സോ ഗുജറാത്തിനെ തൊടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമാകില്ല. ഇനി മൂന്നാമത്തെ ടീം സാക്ഷാൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണ്. നിലവിൽ പ്ലേയേഴ്സ് സ്പോട്ടിൽ അവരെന്തായാലും കയറും. ഇത് കിടിലം ടീമാണെന്നുള്ള ഒരു പ്രതീക്ഷയും ആത്മവിശ്വാസവും ഹൈദരാബാദിന്റെ എല്ലാ ആരാധകർക്കും ഉണ്ടാവും. പക്ഷെ ഇനിയുള്ള 2 മത്സരങ്ങൾ അവർക്ക് ഏറ്റവും നിർണായകമായ മത്സരങ്ങളാണ്. അതിനകത്ത് ശക്തരായ എതിരാളികളായി ചെന്നൈ സൂപ്പർ കിങ്സ് ഉൾപ്പെടെയുള്ള ടീമുകളുണ്ട്. സോ ഈ 2 മത്സരങ്ങളും ജയിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അവർക്ക് പ്ലേ ഓഫിലേക്ക് എത്താം. ഇനി വരുന്നു രാജസ്ഥാൻ റോയൽസ്. ഈ ടൂർണമെന്റിന്റെ തുടക്കത്തിൽ എല്ലാ മത്സരങ്ങളും ജയിച്ച് മുന്നോട്ട് പോയിട്ടുള്ള രാജസ്ഥാനെ സംബന്ധിച്ചും ഇനിയുള്ള മത്സരങ്ങൾ 3ഉം ജയിച്ച് കയറുകയാണെങ്കിൽ പ്ലേ ഓഫിലേക്ക് എത്താം. 11 മത്സരങ്ങൾ മാത്രമേ രാജസ്ഥാന്റെ കഴിഞ്ഞുള്ളൂ എന്നുള്ളത് രാജസ്ഥാനെ സംബന്ധിച്ച് ഒരു അഡ്വാൻറ്റേജ് ആണ്. അടുത്തത് പഞ്ചാബ് കിങ്സ് ആണ്. ഈ ടൂർണമെന്റിൽ പ്ലേ ഓഫിലേക്ക് ഏറ്റവും ആദ്യം കയറുന്ന ടീമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നിടത്തുനിന്ന് ഇനിയുള്ള മത്സരങ്ങൾ ജയിച്ചാൽ പോലും സാധ്യതകൾ ഉണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു ടീമായി മാറിയിരിക്കുകയാണ് പഞ്ചാബ് കിങ്സ്. മറ്റ് ടീമുകളുടെ വിജയ പരാജയങ്ങൾ നിർണായകമാകും. ഇനിയുള്ള 2 മത്സരങ്ങൾ ജയിച്ചാലും പഞ്ചാബിന് ടോട്ടലി നേടാൻ കഴിയുന്നത് 17 പോയിന്റുകളാണ്. ആ 17 പോയിന്റുകൾ ഒരുപക്ഷെ അവർക്കൊരു അഡ്വാൻറ്റേജ് ആകാൻ സാധ്യതയുണ്ട്. നെറ്റ് റൺ റേറ്റ് ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ അവർക്ക് പോസിറ്റീവാണ്. പക്ഷേ പഞ്ചാബിന്റെ നിലവിലെ മൊമെന്റം അവർക്ക് പൂർണ്ണമായിട്ടും എതിരാണ്. ഇനിയാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. 3 മത്സരങ്ങളും വിജയിച്ചിരുന്നെങ്കിൽ ചെന്നൈക്ക് പ്ലേ ഓഫ് സാധ്യതകൾ ഉറപ്പായിരുന്നു. പക്ഷേ ലക്നോയ്ക്കെതിരായിട്ടുള്ള പരാജയം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയുള്ള 2 മത്സരങ്ങൾ ഏറ്റവും ശക്തമായ എതിരാളികളോടാണ്, ഹൈദരാബാദിനോടും ഗുജറാത്തിനോടും. ഈ 2 മത്സരങ്ങളും വിജയിക്കുക എന്നതിനോടൊപ്പം തന്നെ പഞ്ചാബിന്റെ രാജസ്ഥാന്റെ പരാജയത്തിന് വേണ്ടിയിട്ടൂടെ മുട്ടിപ്പായി പ്രാർത്ഥിക്കേണ്ടി വരും ചെന്നൈ സൂപ്പർ കിങ്സിന്. കൊൽക്കത്തയുടെ കാര്യം നോക്കുകയാണെങ്കിൽ കൊൽക്കത്തയുടെ ഇനിയുള്ള 2 മത്സരങ്ങളുടെ വിജയവും അതുപോലെ മറ്റ് പല ടീമുകളുടെ മുൻപന്തിയിലുള്ള ടീമുകളുടെ പരാജയവുമായിരിക്കും കൊൽക്കത്തയ്ക്ക് പ്ലേ ഓഫിലേക്കുള്ള വഴി വെട്ടാൻ ഏറ്റവും നിർണായകമാകുക. പക്ഷെ ബാംഗ്ലൂരും ഗുജറാത്തും ഞങ്ങൾ ഇവിടെ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. പക്ഷെ മറ്റ് 2 ടീമുകൾ അതാരൊക്കെയായിരിക്കും? പോരട്ടെ കമന്റ്സ്.